ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഞാൻ ഉൾപ്പെടെ ഇന്നത്തെ മാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണഭൂതൻ കൗൺസിലിംഗിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും അനേകരുടെ ജീവിതങ്ങൾക്ക് വഴിവിളക്കാകുന്ന ഇസ്താക്ക്, അൽമേഡ ട്രസ്റ്റ് എന്നിവയുടെ ചാലകശക്തി, EPS, സ്പീച്ച് ക്രാഫ്റ്റ്, ZTWS എന്നിങ്ങനെ JCയുടെ മികവുറ്റ പരിശീലന പരിപാടികളുടെ മുഖ്യ പരിശീലകനായി അനേകരെ പരിശീലന രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരുവര്യൻ. ഏറെ സ്നേഹത്തോടെ അഭിമാനത്തോടെ JC പാലാ സൈലോൺസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ EPSന്റെ മുഖ്യ പരിശീലകൻ, വർക്ക്ഷോപ്പിന്റെ പരിശീലകൻ, JC സെനറ്റർ ഡോക്ടർ ജസ്റ്റിൻ തോമസ്. എങ്ങനെ മനോഹരമായിട്ട് ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്താം എന്നുള്ളതാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ EPS എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിങ്ങിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് പ്രസംഗം പറയുവാനുള്ള ഭയം മാറ്റുക. നോർമലി ഞാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് കുറച്ച് റിക്വസ്റ്റുകൾ വരാറുണ്ട്. അതിലൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ദയവായിട്ട് ഇവിടെ കയറ്റി നിർത്തി മൈക്കിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല, സംസാരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ റിക്വസ്റ്റ്. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു കാരണവശാലും മൈക്കിന്റെ മുമ്പിൽ നിർത്തി സംസാരിപ്പിക്കില്ല. സമാധാനമായല്ലോ? ഇനി അത് ചിന്തിച്ചിട്ട് ഇവിടെ കംപ്ലീറ്റ് കുളവാക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അകത്ത് മാത്രം നിങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. പോലും അറിയാതെ എന്ത് ചെയ്തു, നമ്മളിവിടെ വന്നിട്ട് ചെറിയൊരു പ്രസംഗം നടത്തി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എല്ലാവരും പ്രസംഗം പറയാൻ കഴിവുള്ളവരാണോ അല്ലയോ? ഇതാണ് എന്റെ ചോദ്യം. ആണെന്ന് തോന്നുന്നത് കൈ ഉയർത്തി കാണിച്ചു. എനിക്ക് പ്രസംഗം പറയാൻ കഴിവുണ്ട് എന്ന് തോന്നുന്നത് ഇത്രേ ഉള്ളൂ. ഇതാണ് EPS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താണ്, പ്രസംഗം പറയാൻ കഴിവുള്ളവരാണ്. നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്റെ കൂടെ കൂടിക്കൊള്ളുക. ഇന്നത്തെ ദിവസം എന്തായിരിക്കും, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രസംഗം പറഞ്ഞിരിക്കും. റെഡി? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ധൈര്യശാലിയാണോ? ധൈര്യം കൂട്ടുവാനുള്ള ചില സൂത്രപ്പണികൾ കൂടി നമ്മൾ ഇവിടെ വളരെ ക്യൂക്കായിട്ട് ചെയ്യും. അത് വേണമല്ലോ. ഏതെങ്കിലും കാരണവശാൽ ധൈര്യമില്ലെങ്കിൽ ധൈര്യം കൂട്ടുവാനുള്ള സൂത്രപ്പണി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. അതെന്താണ്? ഞാൻ നന്നായി പ്രസംഗം പറയുന്ന ധൈര്യശാലിയായിട്ടുള്ള വ്യക്തിയാണ് എന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ആ കാര്യം നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനഃശാസ്ത്രത്തിൽ ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഉള്ളതായിട്ട് പറയുകയും ഉള്ളതുപോലെ ചിന്തിക്കുകയും ഉള്ളതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഉള്ളതായിട്ടുണ്ട്. അത് സൈക്കോളജിയുടെ ഒരു ഭാഗമാണ്. ഈ പ്രസംഗത്തിന്റെ കാര്യത്തിലും അത്രയും മാത്രമേ ഉള്ളൂ. പ്രസംഗം എന്ന് പറയുന്ന കല നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കലയാണ്. മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. ചിരിച്ചോണ്ടേ പറയാവുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഞാൻ നിങ്ങളെ ലീവ് ചെയ്യുന്നതായിട്ട്? എല്ലാ സമയങ്ങളിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് നിങ്ങളെ നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാ? ഐ കോണ്ടാക്ട്. അപ്പൊ രണ്ടാമത്തേത് ഐ കോണ്ടാക്ട്. എല്ലാവരും നോക്കിയിട്ട് വേണം ഇത് പറയാൻ. നിവർന്ന് നിന്ന് വേണം പറയാന്. അതിന് ഓപ്പൺ പോസ്ചർ. ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗ്യങ്ങള്. കൈയെടുക്കുക. കൈ ഒരിക്കലും സ്റ്റക്ക് ആവരുത്. പാന്റിന്റെ പോക്കറ്റ് കിടക്കാൻ പാടില്ല. ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക സംസാരിക്കുന്ന സമയത്ത്. അതിന്റെ അകത്ത് ഇങ്ങനെയല്ല കേട്ടോ, ചുമ്മാ എടുത്ത് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. എല്ലാവരെയും കാണാവുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യണം, മാക്സിമം പുറകിലേക്ക് മാറി നിൽക്കുക. അതാണ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഇനഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പറയുന്നത് അത്യാവശ്യം ഒച്ചത്തിൽ പറയാൻ വേണ്ടിയിട്ട് നോക്കുക. വോയിസ് മോഡുലേഷൻ, ഇമോഷണൽ എക്സ്പ്രഷൻസ്. അപ്പം ഞാൻ എന്റെ ജോലിയെ കുറിച്ച് ഇങ്ങനെ പറയാന്ന് വിചാരിക്കും. എന്റെ ജോലിയുടെ ആദ്യ കാലങ്ങളിൽ എനിക്ക് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ ജോലിയുടെ ആദ്യകാലങ്ങളിൽ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഹാപ്പിയാണ്. എന്തായി പോയി? കോൺട്രഡിക്ടറി ആയിപ്പോയി. ചിലർ ഇങ്ങനെ പറയും,
നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അല്ല, അങ്ങനെ അത് സുഖമില്ലാത്ത കാര്യമല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അധ്യക്ഷ പ്രസംഗമാണ്. അല്ല, അപ്പൊ എങ്ങനെ പറയും? കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ട ഒരാൾ എങ്ങനെ പറയും? കോവിഡ് കാലത്ത് ഡൽഹിയിലെ കാർമേഘങ്ങൾ തെളിഞ്ഞിരുന്നു, തണുത്ത കാറ്റ് എല്ലാവരും ആസ്വദിച്ചു. ചാറ്റൽ മഴയുടെ ഒരു കാലഘട്ടം എന്നാ പറഞ്ഞു വരുന്നത് ഞാന് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് എന്തൊക്കെയോ ഞാൻ പറഞ്ഞത് ഏതുമായിട്ട് ബന്ധപ്പെട്ട? കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട. പതുക്കെ പറഞ്ഞ് ഏതിലേക്ക് കയറുക? ആ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് കയറുക. ഡൽഹി പോയി, അതിന്റെ ഇടയ്ക്ക് ഡൽഹി പോയി പറയാൻ പോയത്. അതെ, കാലാവസ്ഥയെ കുറിച്ചാണോ പറയാൻ പോയത്? ഡൽഹിയിലെ കാലാവസ്ഥയെ കുറിച്ചാണോ പറയാൻ പോയത്? കോവിഡ് കാലത്തെ കുറിച്ചാണോ പറയാൻ പോയത്? ഒരു കൺഫ്യൂഷനൊക്കെ ജനറേറ്റ് ചെയ്യുക പതുക്കെ അതിലേക്ക്. അപ്പൊ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ആയി. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഷയില്, ലാംഗ്വേജിൽ നമുക്ക് എന്ത് വേണം? പ്രാവീണ്യം വേണം സംസാരിക്കുന്ന സമയത്ത്, നാച്ചുറലി അത് വേണമല്ലോ. രണ്ടാമത്തേത് ടോണാലിറ്റി എന്ന് പറയും. എന്ത് ടോണാലിറ്റി എന്ന് പറഞ്ഞാല്? ശരിക്കും നമ്മൾ സംസാരിക്കുന്നത്, മറ്റുള്ളവരെ ആകർഷിക്കുന്നത് മുഴുവൻ നമ്മുടെ ടോൺ കാരണമാണ്. ഇപ്പം അമ്മായിയമ്മ മരുമോളെ കുറിച്ച് ഇങ്ങനെ അയലോക്കക്കാട് പറയാം, എന്റെ മോളുണ്ടല്ലോ, ഓഹ് സൂപ്പർ, ഓക്കെ. എന്നാൽ അത് ഇങ്ങനെ പറയാന്ന് വിചാരിച്ചു, എന്റെ മോളുണ്ടല്ലോ സൂപ്പറാ, തീർന്നില്ലേ? തീർന്നു. ഇതിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കുക. ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, പോസ്ചർ, ഗസ്റ്റർ, ഐ കോണ്ടാക്ട്, നോഡിങ് എന്ന് പറയുന്നത് എന്താ? തല കുലുക്കുന്നത്. കോൺഫിഡൻസോടുകൂടി കോൺഫിഡന്റ് ആയിട്ട് ഒരു എൻട്രി പ്രാക്ടീസ് ചെയ്യും. ഒരു സ്പീച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെ ആര് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്? ഓഡിയൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ എൻട്രി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ എൻട്രിയിൽ എന്തെങ്കിലും പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്സ് എന്ത് ചെയ്യുക? അത് സ്വീകരിക്കുക. അതാണല്ലോ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അവൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് എത്രമാത്രം സ്വീകരിക്കാൻ പറ്റുന്നോ അത്രയും ആ വ്യക്തി വിജയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തോണം? ഫീഡ്ബാക്സ് എടുക്കണം.
പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ മീറ്റിംഗ് അവര് ഘോരഘോരം പ്രസംഗിക്കുന്ന സമയത്ത് യുവമാർക്ക് വേറെ തൊഴിലൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? പക്ഷെ ആ ഒരു സ്ഥാനത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രസംഗ കല എന്ന് പറയുന്നതും ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നതും ടാസ്ക് പിടിച്ച പണിയാണ്. അത് അത്ര സിമ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് നിങ്ങളെ കൊണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. എനിക്കറിയാമായിരുന്നു, കാരണം എല്ലാ EPS നടത്തുമ്പോഴും ഈ സംഭവം ഞാൻ നടത്തുമ്പോൾ ഇത് കുളവാകുക. അതെന്തുകൊണ്ട് കുളവാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പറയേണ്ട പേരുകള് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ആൾക്കാരുടെ പേരുകളാണ്. ഓർഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതിന്റെ പേരിൽ ഈ മീറ്റിംഗ് കുളവാകും. എന്നിട്ട് ഏറ്റവും അവസാനം നന്ദിയും കൂടെ പറഞ്ഞിട്ടായിരിക്കും എന്ത് റിപ്ലൈ സ്പീച്ച് പോലും വരിക. അപ്പോ ഈ ആദ്യത്തെ ടീം ഈ പരിപാടിയൊക്കെ നടത്തുമ്പോൾ രണ്ടാമത് വരുന്ന ടീം എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇരുന്ന് ചിരിക്കുക, കണ്ടില്ലേ പൊട്ടന്മാരെ, എന്നാ ഇത് സ്ഥിര സംഭവമാണ്. ഇനിയിപ്പോ ഇവരിപ്പോ ഇങ്ങനെ നടത്തി, ഇനി മൂന്നാമതൊരു ടീം ഉണ്ടായിരുന്നെങ്കിൽ ആ ടീം പറയാറുണ്ട് ഞങ്ങൾ വേറെ ലെവൽ നടത്തും, അവരായിരിക്കും ഏറ്റവും കുളവാക്കുക. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിം വർക്കിലേക്ക് കടക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് എന്ത് ഈ മീറ്റിംഗ്സിന്റെ ഫ്രെയിം വർക്കിലേക്ക് നമ്മൾ നടക്കുക. ഇൻഡിവിജ്വലി ഞാൻ നിങ്ങൾക്ക് 4, 5, 6 പ്രാവശ്യം സംസാരിക്കാനുള്ള എന്ത് തന്നു, അവസരം തന്നു. അത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് EPS, എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗിൽ. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തകർക്കും, ഒരു സംശയമില്ല. കാരണം അതിനുള്ളൊരു കപ്പാസിറ്റി ആർക്ക് കിട്ടിയിട്ടുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് വേദികൾ കിട്ടും തോറും അത് ബെറ്ററായി വന്നോളും. ഇത് എനിക്ക് പറ്റുമെന്ന് സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ആൻഡ് ദ എഫക്റ്റീവ് ദ ലീഡർ നമ്മൾ ഈ പ്രോഗ്രാമിൽ സഹായിച്ചത്. സാറിന്റെ നോട്ടവും ജസ്റ്റേഴ്സും എല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്ത് തരുമായിരുന്നു. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. എനിക്ക് പ്രസംഗിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടി. താങ്ക് യു. ഇപ്പൊ സ്റ്റേജിൽ നിൽക്കാനും കോൺഫിഡൻസ് ആവാനും എല്ലാവരും മുഖത്ത് നോക്കി രണ്ടുമൊക്കെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടി. എന്നെക്കാളും അല്ലെങ്കിൽ എന്റെ ഒപ്പമുള്ള അല്ലെങ്കിൽ എന്നെക്കാളും മുതിർന്ന ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഒരു പരിധിവരെ നന്നായിട്ട് തന്നെ മാറാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി നന്ദി സർ. പക്ഷെ എനിക്ക് ഇപ്പൊ നല്ല ആത്മധൈര്യം പ്രത്യേകം നന്ദി അറിയിച്ചു. അതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് എനിക്കും ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും സാധിച്ചു എന്ന് തന്നെയാണ്. പിന്നെ വളരെ കുറച്ച് പേരുള്ള നമുക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ ഭയങ്കര ഉപകാരപ്രദമായിരുന്നു. അറേഞ്ച് ചെയ്ത JCAക്കും എല്ലാ സാറിനും നന്ദി. പക്ഷെ ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത സാറിന് ഞാൻ നന്ദി പറയുന്നു. സാർ വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. ഞാനിവിടെ വന്ന് ആദ്യം നിന്ന് പറയുന്നു തിരക്കായിരുന്നു, പക്ഷെ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു. എനിക്ക് സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ നല്ല ധൈര്യമുള്ളൂ, പക്ഷെ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷം നല്ലൊരു കോൺഫിഡൻ്റ് ആണ്. ഇത്ര നേരം നമുക്ക് ഇതെല്ലാം പറഞ്ഞു ടെസ്റ്റിംഗ് സാറിന് ഞാൻ നന്ദി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിയർ കൂടാതെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുക്കി തന്ന JCA പാരായിരിക്കും ട്രെയിനർ ജസ്റ്റിൻ സാറിന് വളരെ നന്ദി. കാരണം ഇത് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ ഇതിന് പോകണം എന്നുള്ള തീരുമാനിച്ചിരുന്നു. അത് ഇതിന് വളരെ യൂസ്ഫുൾ ആയി. മിസ് ചെയ്തിരുന്നെങ്കിൽ വളരെ നഷ്ടമാകുന്നു ആയിരിക്കും എന്ന് തോന്നി അത് കഴിഞ്ഞപ്പോൾ. താങ്ക് യു സോ മച്ച്. ഇപ്പൊ എന്തായാലും മാറ്റം വന്നിട്ടുണ്ട്. ജസ്റ്റിൻ സാറിന് പ്രത്യേകം നന്ദി പറയുന്നത്. എഫക്റ്റീവ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എഫക്റ്റീവ് തന്നെയാണ്, സമ്മതിക്കാൻ എന്തുമില്ല.